എല്ലാവർക്കും 2026 പുതുവത്സരാശംസകൾ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചൈനീസ് പ്രോവർബ് ഉണ്ട്. അതാണ് ദ ബെസ്റ്റ് ടൈം ടു പ്ലാന്റ് എ ട്രീ വാസ് 20 years ബാക്ക്, ദ നെക്സ്റ്റ് ബെസ്റ്റ് ടൈം ഈസ് നൗ. അതായത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ, അതാത് സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള മടിയുണ്ട് അല്ലേ. നമ്മൾ ഡിസിഷൻസ് എടുക്കാൻ പലപ്പോഴും ലേറ്റ് ആയി പോകും. അത് നമ്മൾ പിന്നീട് വലിയൊരു വില കൊടുക്കേണ്ടിയും വരും. അതായത് ഈ പ്രോവർബ് പറയുന്നത് ദ ബെസ്റ്റ് ടൈം ടു പ്ലാന്റ് എ ട്രീ വാസ് 20 years ബാക്ക്. അതായത് ഒരു മരം നട്ടുപിടിപ്പിക്കാൻ നമുക്ക് കിട്ടിയിരുന്ന ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് 20 വർഷം മുമ്പായിരുന്നു. 20 വർഷം മുമ്പ് നമ്മളൊരു മരം നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇന്ന് നമുക്ക് അതിൻ്റെ ആ മരത്തിൻ്റെ തടിയോ അല്ലെങ്കിൽ അതിൻ്റെ കായ്ഫലങ്ങളോ ഒക്കെ ഉപയോഗിക്കാമായിരുന്നു, നമുക്കത് അനുഭവിക്കാമായിരുന്നു. പക്ഷെ നമ്മൾ 20 വർഷം മുമ്പ് ഒരു മരം നട്ടുപിടിപ്പിച്ചിട്ടില്ല. ഇനി അടുത്ത ബെസ്റ്റ് സമയം ഏതാണ്? അടുത്ത ഒരു നല്ലൊരു മരം നട്ടുപിടിപ്പിക്കാനുള്ള അടുത്ത ബെസ്റ്റ് സമയം ഏതാണ്? ഇറ്റ്സ് നൗ. അതിപ്പോഴാണ്. കാരണം ഇന്ന് നമ്മളൊരു മരം നട്ടുപിടിപ്പിച്ചാൽ ഇനി അടുത്തൊരു 20 വർഷം കഴിയുമ്പോഴെങ്കിലും നമുക്ക് ആ മരത്തിൻ്റെ തടിയും കായ്ഫലങ്ങളും ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും. നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു പ്രോവർബിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയും, അന്ന് എനിക്ക് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് എനിക്ക് ഇതാവാമായിരുന്നു, ഇന്ന് എനിക്കിത് കിട്ടാമായിരുന്നു, അന്ന് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് എനിക്ക് ഇത്ര റിട്ടേൺ കിട്ടുമായിരുന്നു, കുറച്ചു കാലം മുമ്പ് സ്വർണം വാങ്ങി വെച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് സ്വർണം വിറ്റ് നല്ല പൈസ കിട്ടുമായിരുന്നു, കുറച്ചു കാലം മുമ്പ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് വലിയൊരു ഇൻവെസ്റ്റ് ഉണ്ടാവുമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇൻഷുറൻസിൻ്റെ കാര്യവും. എല്ലാവരും എപ്പോഴും ഇൻഷുറൻസിനെ കുറിച്ച് ആലോചിക്കുന്നതും അന്വേഷിക്കുന്നതും ഒരു അസുഖം വന്നതിന് ശേഷം, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം, ഒരു സർജറി പറഞ്ഞതിന് ശേഷം, ഡെലിവറി ആവാൻ പോകുമ്പോഴൊക്കെയാണ് എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ആലോചിക്കുക. ഈ മരത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് നട്ട് പിടിപ്പിച്ച് നമുക്ക് അപ്പോൾ ഒരു മരം ഉണ്ടാക്കാനോ അതിൻ്റെ കായ്ഫലങ്ങളോ അതിൻ്റെ തടിയോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ ചെയ്തു വെച്ചാൽ മാത്രമേ നമുക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ പ്രോവർബ് പറയുന്ന പോലെ നമ്മൾ ഇതുവരെ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ല എങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഇനി എടുക്കേണ്ട ഏറ്റവും ബെസ്റ്റ് സമയം ഏതാണ്? അത് ഇന്നാണ്, ഇപ്പോഴാണ്. ഇനി ഈ 2026 ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു സേഫ്റ്റി ഇല്ലാത്ത ആളുകൾ, ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ കസ്റ്റമേഴ്സ്, നിങ്ങൾ അറിയുന്ന സുഹൃത്തുക്കൾ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, എല്ലാവരോടും ഇത് സജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് നമ്മുടെ ടീം ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് എക്സ്പേർട്ടുകൾ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. മാത്രമല്ല ഒരു സന്തോഷ വാർത്ത നമ്മൾ അറിയിക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള, അത് ഹെൽത്ത് ഇൻഷുറൻസ് മാത്രമല്ല, നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് ആണെങ്കിലും നിങ്ങളുടെ 4 വീലർ, നിങ്ങളുടെ 2 വീലർ, ഇതിൻ്റെ എല്ലാം ഹെൽത്ത് ഇൻഷുറൻസ് പോലെ തന്നെ ഇതിൻ്റെ എല്ലാം ഇൻഷുറൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ പ്ലാറ്റ്ഫോം, ഒരു കോമൺ ഓഫീസ് നമ്മുടെ 2 ബ്രാഞ്ചുകളായിട്ട് വരുന്ന ദിവസങ്ങളിൽ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇൻഷുറൻസ് എടുക്കാനായിട്ട് എപ്പോഴും നിങ്ങൾ ഒരു എക്സ്പെർട്ടിൻ്റെ സഹായം മാത്രം തരിക.